കണ്ണൂർ തളിപ്പറമ്പ് നഗരസഭാ പരിധിയിൽ വിതരണം ചെയ്ത കുടിവെള്ളത്തിൽ ഈക്കോളി ബാക്ടീരിയയുടെ സാന്നിധ്യമുണ്ടെന്ന് മനസ്സിലായി. സ്വകാര്യ ഏജൻസിയാണ് കുടിവെള്ള വിതരണം ചെയ്യുന്നത്. നഗരസഭ ആരോഗ്യ വിഭാഗം പരിശോധന തുടങ്ങി. അരുൺ പൂപ്പറമ്പ കണ്ണൂരിൽ നിന്ന്. അരുൺ, ഈക്കോളിയൊക്കെ ഉള്ള വെള്ളമൊക്കെ ആൾക്കാർ കുടിക്കേണ്ടി വന്നോ അവിടെ? SKN സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഗുരുതരമായിട്ടുള്ള ഒരു വിഷയമാണ്. നമുക്കറിയുന്നത് പോലെ ഈ കുടിവെള്ളത്തിൽ ഈക്കോളി ബാക്ടീരിയയുടെ സാന്നിധ്യം ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. ഈ തളിപ്പറമ്പ് നഗരസഭാ പരിധിയിൽ ജാഫർ എന്ന പേരിലുള്ള ഒരു സ്വകാര്യ ഏജൻസിയാണ് കുടിവെള്ളം വിതരണം ചെയ്യുന്നത്. കഴിഞ്ഞ കുറേ ദിവസമായി തളിപ്പറമ്പിൽ ഈ മഞ്ഞപ്പിത്തം ബാധിക്കുന്നവരുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിക്കുകയാണ്. അത്തരം കേസുകൾ വർദ്ധിക്കുകയാണ്. ഇതേ തുടർന്നാണ് നഗരസഭയുടെ ആരോഗ്യ വിഭാഗം ഇത്തരം കുടിവെള്ളം ഉൾപ്പെടെയുള്ള സാമ്പിളുകൾ ശേഖരിച്ച് ഈ ലാബിൽ അയച്ച് പരിശോധന നടത്തിയത്. അങ്ങനെ ഈ സ്വകാര്യ ഏജൻസി വിതരണം ചെയ്യുന്ന, പ്രത്യേകിച്ച് തളിപ്പറമ്പ് നഗരത്തിൽ ഉൾപ്പെടെ വിതരണം ചെയ്യുന്ന ഈ കുടിവെള്ളത്തിലാണ് ഈക്കോളി ബാക്ടീരിയയുടെ സാന്നിധ്യം കണ്ടെത്തിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ വളരെ ഗൗരവമായ ഈ മനുഷ്യ വിസർജ്യ സാന്നിധ്യം കൂടി ഈ കുടിവെള്ളത്തിൽ കണ്ടെത്തിയിട്ടുണ്ട് എന്നതുകൂടിയാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരം. ഇതേ തുടർന്ന് ഈ സ്വകാര്യ ഏജൻസിയുടെ വാഹനങ്ങളും ഉൾപ്പെടെ ഇപ്പോൾ നഗരസഭാ അധികൃതർ പിടിച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവർ കൂടുതലിടങ്ങൾ, അതായത് നഗരത്തിലെ ഹോട്ടലുകളിൽ 7-ാം മൈൽ സമീപത്തുള്ള 7-ാം മൈൽ ഒരു സ്കൂൾ ഉൾപ്പെടെ ഇവർ ഈ ഏജൻസി കുടിവെള്ളം വിതരണം ചെയ്യുന്നുണ്ട്. എന്തായാലും അവരുടെ വിതരണം ഇപ്പോൾ പൂർണ്ണമായും നിർത്തിയിട്ടുണ്ട്. പകരം സംവിധാനങ്ങൾ നഗരസഭ ഒരുക്കുകയാണ്. ഇതിനെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി, അതായത് നിലവിലെ സാഹചര്യത്തെ മറികടക്കുന്നതിന് വേണ്ടി ജില്ലാ മെഡിക്കൽ ഓഫീസറുടെ ഉൾപ്പെടെ നേതൃത്വത്തിൽ പ്രത്യേക സംഘത്തെയൊക്കെ നിയോഗിച്ച് അവിടെ ഈ സ്ഥിതിഗതികൾ വിലയിരുത്തുകയാണ്. കൂടുതൽ പരിശോധനയിലേക്ക് ഉൾപ്പെടെ ആരോഗ്യ വിഭാഗം കടന്നിട്ടുമുണ്ട്.